നമുക്ക് വിയർക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നതിനാണല്ലോ. തെർമൽ റെഗുലേഷൻ. പുറത്തെ ചൂട് കൂടിയാലോ നമ്മൾ കൂടുതൽ കായികാധ്വാനം കൊണ്ട് മസിലുകൾ പ്രവർത്തിപ്പിച്ച് ഉള്ളിലെ ഊഷ്മാവ് കൂട്ടിയാലോ പനിയോ മറ്റ് ശാരീരിക അസുഖങ്ങളോ വന്ന് നമ്മുടെ ഉള്ളിലെ സ്വാഭാവിക ശാരീരിക ഊഷ്മാവ് സാധാരണയിൽ നിന്നും അധികമാകുന്ന അവസ്ഥയിലുമൊക്കെയാണല്ലോ നമ്മൾ വിയർത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ തൊലിക്കടിയിലുള്ള സ്വേദഗ്രന്ഥികൾ, വിയർപ്പ് ഗ്രന്ഥികൾ പുറത്തേക്ക് വിയർപ്പിനെ വിടും. അത് ബാഷ്പീകരിക്കാൻ ആവശ്യമായിട്ടുള്ള താപം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കും. അങ്ങനെ ശരീരത്തിൻ്റെ ചൂട് കുറയുകയും ചെയ്യും. അതിനിടയിൽ ഇതുകൂടി പറയാം, വിയർത്താൽ ഉടനെ ടവൽ ഉപയോഗിച്ചിട്ട് ആ വിയർപ്പ് മുഴുവൻ തുടച്ചു കളയുന്നത് ശരീരത്തിന് ഇരട്ടിപ്പണി കൊടുക്കലാണ്. അതായത് ശരീരത്തിൻ്റെ വിയർത്ത ആവശ്യം നടക്കാതെ പോകുന്നു. അതുകൊണ്ട് വിയർത്തൽ തുടച്ചു കളയുകയല്ല വേണ്ടത്, അത് ആറാൻ അനുവദിക്കുകയാണ്. ഒട്ടകത്തിന് വിയർപ്പ് വളരെ കുറവാണ്, അതായത് വിയർക്കേണ്ട ആവശ്യവും കുറവാണ്. കാരണം നമ്മുടെ ആന്തരിക ഊഷ്മാവിൻ്റെതുപോലെ വളരെ കുറഞ്ഞ റേഞ്ചല്ല ഒട്ടകത്തിനുള്ളത്. നമ്മളൊക്കെ ഉഷ്ണരക്ത ജീവികളാണല്ലോ. സാധാരണഗതിയിൽ നമ്മുടെ ശരീര ഊഷ്മാവ് 97 ഡിഗ്രി ഫാരൻഹീറ്റിനും 99 ഡിഗ്രി ഫാരൻഹീറ്റിനും ഇടയിലായിരിക്കും. അതായത് 36.1 ഡിഗ്രി സെൽഷ്യസിനും 37.2 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ. 1 ഡിഗ്രി സെൽഷ്യസിൻ്റെ വ്യത്യാസം മാത്രമാണ് നമ്മുടെ ഫ്ലെക്സിബിൾ റേഞ്ച്, അതായത് കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ടെമ്പറേച്ചറുകൾ തമ്മിലുള്ള വ്യത്യാസം. ആ റേഞ്ച് എപ്പോഴും അതുപോലെ നിലനിർത്താൻ നമ്മുടെ ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കും. ശരീരത്തിൻ്റെ ഊഷ്മാവ് അല്ലെങ്കിൽ പുറത്തെ ഊഷ്മാവ് കൂടിയാൽ വിയർപ്പിച്ച് ശരീരത്തെ തണുപ്പിക്കാൻ ശ്രമിക്കും. ഇനി തണുപ്പ് കൂടുതലായി കഴിഞ്ഞാൽ ശരീരത്തെ വിറപ്പിച്ച് ചൂടാക്കാനും ശ്രമിക്കും. ഈ റേഞ്ചിലും വലിയ തോതിലുള്ള വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് അത് വലിയ പ്രശ്നമാണ്. 100.4 ഡിഗ്രി ഫാരൻഹീറ്റിന് അല്ലെങ്കിൽ 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് നമ്മുടെ ശരീര ഊഷ്മാവെങ്കിൽ അതിനെ പനി എന്ന് നമ്മൾ വിളിക്കും. ശരീര ആന്തരിക ഊഷ്മാവ് പിന്നെയും കൂടിയാൽ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം വരെ താറുമാറാകും. അതായത് 2 ഡിഗ്രി സെൽഷ്യസിന് അപ്പുറത്തേക്ക് നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവ് വളരെ സമയം കൂടി നിൽക്കുന്നത് വളരെ അപകടകരമാണ്. എന്നാൽ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. 94 ഡിഗ്രി ഫാരൻഹീറ്റിനും 107 ഡിഗ്രി ഫാരൻഹീറ്റിനും ഇടയിലാണ് അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച്. 34.5 ഡിഗ്രി സെൽഷ്യസിനും 41.7 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ. അതായത് 7 ഡിഗ്രി സെൽഷ്യസിലധികം പോലും വ്യത്യാസം ഒട്ടകത്തിന് വലിയ പ്രശ്നമുണ്ടാക്കില്ല. 1 സെൽഷ്യസിലധികം വ്യത്യാസം ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് പനിയാകുമ്പോഴാണ് 7 ഡിഗ്രി വ്യത്യാസം ഇവർക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന്. അതിനാൽ തന്നെ ഒരു ചെറിയ ചൂട് വ്യത്യാസമൊന്നും ഒരു ചൂടല്ല ഒട്ടകത്തിന്.